കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ചർച്ച നടത്താതെ സർക്കാർ 9 ദിവസമായി വിതരണക്കാർ മരുന്ന് നൽകുന്നില്ല. സെപ്റ്റംബർ വരെയുള്ള കുടിശ്ശിക ലഭിക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, കാലങ്ങളായുള്ള പ്രതിസന്ധിയാണ്, അതുപോലെ തന്നെ സർക്കാരിന്റെ അവഗണനയും. എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത്? മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? വിവരം ധന്യ ഈ പറഞ്ഞതുപോലെ വളരെ നാളുകളായിട്ടുള്ള പ്രതിസന്ധിയാണ്. കാരണം ഈ അടുത്തല്ല, ഈ കഴിഞ്ഞ വർഷം ഇതുപോലുള്ള മരുന്ന് പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ഈ സർക്കാരിൽ നിന്ന് കുടിശ്ശികയായ പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇങ്ങനൊരു പ്രതിസന്ധി. 80 കോടിയോളം രൂപ കുടിശ്ശികയായി മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് ലഭിക്കാനുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പൂർണ്ണമായും തുടരൂ എന്നാണ് ഇവരുടെ മരുന്ന് വിതരണ കമ്പനിയുടെ വാദം. ഇവിടെ മരുന്ന് വാങ്ങാൻ വന്ന ആളുകളുണ്ട്. ചേച്ചി, മരുന്ന് മുഴുവൻ കിട്ടിയോ? മരുന്നില്ലാന്ന് ഇവിടുന്ന് പറഞ്ഞു. മരുന്നില്ലാന്നാണ് പറഞ്ഞത്. ഏതിനാണ് മരുന്ന്? ENT സ്പെഷ്യലിസ്റ്റ്, ENT ഡോക്ടർക്കാണ് കാണിക്കുന്നത്. മരുന്നൊന്നും കിട്ടിയില്ല. ഒന്നേ എഴുതി തന്നിട്ടുള്ളൂ, ആ സ്പ്രേ ആണ്. ആ സ്പ്രേ കിട്ടിയിട്ടില്ല. പുറത്തുനിന്ന് വാങ്ങണോ? എനിക്ക് പുറത്തുനിന്ന് വാങ്ങണം. ഇത് വലിയ വിലയുള്ള മരുന്നാണോ? 499 വരുന്ന ഒരു മരുന്നാണ്. പുറത്തുനിന്ന് വാങ്ങണം. ഇത് തന്നെയാണ് ധന്യ സാധാരണക്കാരുടെ അവസ്ഥ. പലരും ഇവിടെ വന്ന് മരുന്നിന് ചോദിക്കുന്നു, അതില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ്. ഇവർക്ക് സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. അവർക്ക് പുറത്തു നിന്ന് മരുന്ന് വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പുറത്തുനിന്ന് മരുന്ന് വാങ്ങുമ്പോൾ വലിയ തുകയാണ് ചിലവാകുന്നത്. ചേട്ടാ, മരുന്ന് കിട്ടിയോ? ഇല്ല, പുറത്തുനിന്ന് വാങ്ങണം. ഒരുപാട് മരുന്നുണ്ടോ? രണ്ട് മരുന്നുണ്ട്. രണ്ടും പുറത്തുനിന്ന് വാങ്ങണം. എന്താണ് എന്തിനുള്ള മരുന്നാണ്? ഐസിയുലാണ് പേഷ്യന്റ്. ഈ ഭാഗത്ത് എവിടെയും മരുന്നില്ല. ഇല്ല. ഇത് തന്നെയാണ് മരുന്ന് വിതരണ കമ്പനിക്കാർ ഈ മരുന്ന് വിതരണം നിർത്തിയതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികളാണ്, മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഈ 9 ദിവസമായി മരുന്ന് വിതരണം ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്നുകളില്ല. ഇവർ മരുന്ന് വിതരണം പൂർണ്ണമായും തുക തന്നാൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് ഈ മരുന്ന് വിതരണ കമ്പനികൾ പറയുന്നത്. സർക്കാർ എന്നാൽ ഒരു തവണ പോലും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഇങ്ങനൊരു ഇതിലൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വലിയൊരു അലംഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ മെഡിക്കൽ കോളേജിലെ നീതി മെഡിക്കൽ സ്റ്റോറിന് മുന്നിലാണുള്ളത്. ഇവിടെ പലരും വന്ന് തിരിച്ചു പോവുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് മരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് രോഗികളൊന്നും എത്തുന്നില്ല. ചേട്ടാ, മരുന്ന് വാങ്ങാൻ വന്നതാണ്. ഒന്ന് ഉണ്ടോയെന്ന് ചോദിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ്. ഈ മരുന്നുണ്ടോ? പല മരുന്നുകളും ഇവിടെ ബുദ്ധിമുട്ടിലാണ്. ഏകദേശം 90 കോടിയോളം രൂപയാണ് മരുന്ന് വിതരണക്കാർക്ക് സർക്കാർ കുടിശ്ശികയായിട്ടുള്ളത്. അത് പൂർണ്ണമായും സെപ്റ്റംബർ വരെ. ഷജീർ എന്നൊരാൾ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുവിന് ഡയാലിസിസിനുള്ള മരുന്നും പുറത്തു നിന്നാണ് വാങ്ങുന്നത് എന്നാണ് അറിയുന്നത്. ഷജീർ, കേൾക്കാമോ? എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഇപ്പം നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഡയാലിസിസിന് ആവശ്യമായ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ലൈഫ് ടൈം ഒരു രോഗി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡയാലിസിസ്. ആഴ്ചയിൽ 3 ദിവസം, അതായത് 1-2 ദിവസങ്ങളിൽ ലൈഫ് ടൈം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാക്കണം. നേരത്തെയും സമാന അവസ്ഥ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഡയാലൈസർ ഇല്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രോഗികൾ ആശുപത്രിയിൽ എത്തിയ സമയത്താണ് ഇവിടെ മരുന്നില്ല എന്ന് പറയാം. ഈ ഓട്ടോ ചാർജ് പോലും കയ്യിലില്ലാതെ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് രോഗികളവിടെ വരാറുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ എത്ര ചെലവാണ് ഷജീർ വരുന്നത്? അതായത് ഒരു ഡയാലിസിസ് ചെയ്യേണ്ട ആളെ സംബന്ധിച്ച് എത്ര വലിയ എമൗണ്ട് ആണ് ചിലവാകുന്നത് അധികമായിട്ട്? അത് എന്റെ ഉമ്മ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ടുകൾ വരും. കാരണം ഓരോരുത്തരുടെ രോഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടത് ഓൾറെഡി ഉണ്ടാകും. അതിന്റെ പുറമെ സർക്കാർ കൊടുത്തിരുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിയിരുന്ന മരുന്നുകളാണ് ഇപ്പോ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന് 150 രൂപ 200 രൂപേന്റെ ഒരു മരുന്നാണ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തത്. ആശുപത്രിയിൽ ചോദിക്കുമ്പോ എന്താ പറയുന്നത്?
അവര് പിന്നെ മരുന്ന് ലഭിച്ചിട്ടില്ല, എപ്പോഴാ കിട്ടാന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ പറ്റില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. മരുന്ന് കമ്പനികൾ സ്റ്റോപ്പ് ചെയ്തതാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, മനസ്സിലായി. ശരി, നന്ദി ഷജീർ സംസാരിച്ചതിന്. ദൃശ്യ വീണ്ടും ചേരുന്നുണ്ട്. ദൃശ്യ, അവിടെ സംസാരിച്ച ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ച ഷജീർ ഉൾപ്പെടെയുള്ളവർ വലിയ ദുരിതമാണ് പേഷ്യൻസ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അധിക ചിലവ്, ഈ മരുന്നുകളുടെ തുകയെ സംബന്ധിച്ച് നമുക്കറിയാം. വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ എത്രത്തോളം വലിയ ചിലവ് അവിടെ വരും എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അപ്പം എത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് രോഗികൾ പോയിക്കൊണ്ടിരിക്കുന്നത്?